ഇപ്പോൾ നമുക്കെല്ലാവരും അറിയാവുന്നതുപോലെ മുനമ്പം ഭൂമി വിഷയം ഗൗരവമായ ഒരു ചർച്ച സംസ്ഥാന തലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ വിഷയം എന്നുള്ളതിലുപരി മറ്റൊരു തലത്തിലേക്ക് മുനമ്പം കടന്നിരിക്കുന്നു. അത് കേരളത്തിലൊരു പ്രത്യേക സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇരുവശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മുൻപ് മുനമ്പം ഭൂമി വിഷയത്തിൽ വളരെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അവിടെ ഇടപെട്ടിരുന്നു. അദ്ദേഹം അന്ന് അവിടെ പോവുകയും സമരപരിപാടികളിൽ പങ്കെടുക്കുകയും ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് അതിൻ്റെ പശ്ചാത്തലങ്ങളും കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ വിഷയത്തിലും അദ്ദേഹം അവിടെ പോവുകയും അവിടെ ചില പരിപാടികൾ പങ്കെടുക്കുകയും ഉണ്ടായി. അപ്പോൾ അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. ഇതിൻ്റെ ചരിത്രവും പശ്ചാത്തലവുമൊക്കെ മനസ്സിലാക്കുന്നതിന് മാധ്യമപ്രവർത്തകരായ നമുക്കും താല്പര്യമുള്ളതിനാൽ ഇത്തരമൊരു പരിപാടി നമ്മൾ മുനമ്പവും വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ളൊരു വേദി ഒരുക്കുകയാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയും കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റും ഇവിടെ ചെയ്യുന്നത്. ഈ മീറ്റ് ദ പ്രസ് പരിപാടിയിലേക്ക് അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും ആദരവോടുകൂടി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം മറ്റൊരു പരിപാടിയിൽ തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്നതുകൊണ്ടാണ് നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് അല്പസമയം വൈകേണ്ടി വന്നത്. ഏതായാലും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് രേഖകളുമൊക്കെ തരാൻ തയ്യാറാണ്. അദ്ദേഹത്തെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, പത്രപ്രവർത്തക യൂണിയനും ഞാനും തമ്മിലുള്ള ബന്ധം എല്ലാ കാലത്തും നമ്മുടെ പുതിയ തെരഞ്ഞെടുപ്പ് കഴിയുന്ന അവസരത്തിൽ ഇതുപോലെ നിങ്ങളൊന്ന് ഒത്തുകൂടുകയും ഞാൻ ഏതെങ്കിലും വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളുടെ മധ്യേ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നിങ്ങളുടെയും പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾക്കറിയണമെന്ന് വളരെയേറെ ആഗ്രഹം കാണും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കത്തി നിൽക്കുന്ന ഒരു പ്രശ്നമാണല്ലോ മുനമ്പം പ്രശ്നം. ഇപ്പം ഞാൻ വരുന്നത് തന്നെ ഫാദർ യുജീൻ പരേര ഷവലിയാർ അദ്ദേഹവും നമ്മുടെ പാളയം ഇമാം മുഹിദ്ദീൻ ഡോക്ടർ അദ്ദേഹവും ഒരുമിച്ചുള്ള ഒരു ചടങ്ങ്, മുനമ്പം വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ പ്രശാന്ത് ഹോട്ടലിലോ ഹോട്ടലിൽ അവിടെ വെച്ച് സംഘടിപ്പിച്ചതിൽ പങ്കെടുക്കുകയായിരുന്നു. എന്നെ വിളിച്ചിരുന്നു. ആ യോഗം നടക്കുമ്പോഴാണ് സത്യത്തിൽ ഇത്തിരി താമസിച്ചുപോയി, സമയം കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ മുനമ്പം പ്രശ്നത്തെ സംബന്ധിച്ച് ആദ്യം പറയാം. ഞാൻ ചെറിയ ഹാൻഡ് ഔട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാൻഡ് ഔട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. എന്താ കൊടുത്തുകൂടേത്? അത് കഴിഞ്ഞിട്ട് മതിയോ? കഴിഞ്ഞിട്ട് മതിയായിരിക്കും അല്ലേ? ഹാൻഡ് ഔട്ടുണ്ട്, രണ്ട് ഹാൻഡ് ഔട്ടുണ്ട്. ഒരു വിഷയം അതാണ് ഞാൻ നിങ്ങളോട് സംവാദിക്കുവാൻ അല്ലെങ്കിൽ പറയുവാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം, മുനമ്പം സമരത്തിൻ്റെ പ്രശ്നം. മറ്റൊന്ന് നമ്മളെ കൂടെ ബാധിക്കുന്ന പുതിയ 4 ലേബർ കോഡുകളുണ്ട്. ആ ലേബർ കോഡുകളെ കുറിച്ചുള്ള വിഷയം. ഈ 2 വിഷയം ഇതായിട്ട് വളരെ ചുരുക്കി ഞാൻ പറയാം. ഇപ്പം മുനമ്പം വിഷയം എടുക്കാം. മുനമ്പം വിഷയത്തിൽ എനിക്ക് വളരെ ചെറുപ്പത്തിലെ തന്നെ ആ വിഷയത്തിൽ ഇൻവോൾവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് നിങ്ങൾ കാണുന്നതിനപ്പുറത്ത് ആ മുനമ്പം വിഷയത്തിനൊരു പശ്ചാത്തലമുണ്ട്. അത് 1960കളിലാണ്. 1960കളിൽ അവിടെ മുനമ്പം ഭൂസമരം നടന്നിരുന്നു. ആ മുനമ്പം ഭൂസമരം നടന്നത് അന്നത്തെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. ഇന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുൻപുള്ള പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. അന്ന് പട്ടംതാണുള്ള മുഖ്യമന്ത്രിയായിരുന്നു. പട്ടംതാണുള്ളയും കെ ചന്ദ്രശേഖരനും ഈ മുനമ്പം സന്ദർശിക്കുകയും മുനമ്പം പ്രശ്നത്തിൽ ഇടപെടുകയും അന്നത്തെ ആ പ്രശ്നത്തിന് ആ ദീർഘമായ സമരം നടന്നതിന് ശേഷം റവന്യൂ അതോറിറ്റികളുടെ ഇടപെടലുകളിലൊക്കെ കുറേ പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും അന്ന് അവിടെ വസിച്ചിരുന്ന ആളുകളുടെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ അവിടെയുള്ളത് മിക്കതും. അപ്പോഴാണ് ഈ സമരത്തിൻ്റെ രംഗം. ഞാനവിടെ പോയിരുന്നു, സമരരംഗത്ത് പോയിരുന്നു. ഞാനവിടെ പോയി അവരുടെ കൂട്ടായ്മയിൽ പങ്കെടുത്ത് ആ പഴയ സമരത്തിൻ്റെ ആളുകൾ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ച് പരസ്യമായിട്ട് തന്നെ ചോദിച്ചവർ അവർ അപ്പോൾ ഓരോരുത്തർ എഴുന്നേറ്റ് ഞാൻ അന്നത്തെ ചില ആളുകളുടെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞു. അന്ന് അവിടെ ഫ്രാൻസിസ് വൈദ്യർ എന്ന് പറയുന്ന ഒരാളാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് അവിടെ നേതൃത്വം കൊടുത്തിരുന്നത്.
ഉടനെ ഒരു സ്ത്രീ എഴുന്നേറ്റ് ചോദിച്ചു, ഞാൻ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മോനാണ്, അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അതുപോലെ ഓരോരുത്തരെയും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി. അന്ന് സമരം നടത്തിയിരുന്ന ആളുകൾ അവിടെ മുസൽമാനുണ്ടായിരുന്നു, മൊരമ്പോ ഹംസ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, MA ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന ആലുവ മുനിസിപ്പൽ മെമ്പർ ഉണ്ടായിരുന്നു, അതുപോലെ റാവുത്തർ ഉണ്ടായിരുന്നു. അങ്ങനെ റാവുത്തറും ഹംസയും ഇബ്രാഹിം കുട്ടിയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഭൂസമരമായിട്ടാണ്, അതായത് കടലിൽ മത്സ്യബന്ധനം നടത്തുകയും കടലിൻ്റെ തീരത്ത് കടൽ വെച്ച ഭൂമിയിൽ താമസിക്കുകയും ആ കടൽ എടുക്കുകയും കടൽ വെക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ, കടൽ വെച്ച ഭൂമിയിൽ തങ്ങൾക്ക് സ്ഥിരാവകാശം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൻ്റെ പിൻഗാമികൾ അവരാണ് ഇന്നവിടെ ഉള്ളത്. അതിൽ ഇപ്പം ഈ സമരം നടത്തുന്നതിൽ ഈ സമരസമിതിയുടെ കൺവീനർ റോക്കി എന്ന് പറയുന്ന, ഞാൻ തന്നെ എൻ്റെ കൂടെ സഹകരിച്ച ആ മുനമ്പം സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള റോക്കിയുടെ മകനാണ്, ബെന്നി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ കഥകളൊക്കെ ഞാൻ ആ പന്തലിൽ അവരോട് പറഞ്ഞു. അവരിൽ ആരൊക്കെയുണ്ട്, അവരുടെ പിൻഗാമികളെന്ന് ചോദിച്ചു. ചിലർ എഴുന്നേറ്റ് നിന്നു, ഞങ്ങൾ ആ കുടുംബത്തിൽപ്പെട്ടതാണ്, ഈ കുടുംബത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ അവിടെ ഇരിക്കുമ്പം തന്നെ വേറെ ഒരു ആളവിടെ വന്നു. അതൊരു ടീമായിട്ടാണ് വരുന്നത്. അതിലൊരാൾ പ്രസംഗിക്കാൻ കയറി. അദ്ദേഹം വഖഫ് ബില്ലിനെ കുറിച്ചും അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ഈ ഭൂമി വഖഫ് എന്നുള്ള നിലയിൽ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ് വളരെ തീവ്രമായി സമരത്തെ പിന്താങ്ങിക്കൊണ്ട് പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതല്ലല്ലോ ഇതിൻ്റെ പശ്ചാത്തലം. ഇതിൻ്റെ പശ്ചാത്തലം ഇന്നതാണല്ലോ. ഇത് ഒരു ഭൂസമരമാണ്. അത് ഞാൻ അതുകൊണ്ട് പിറ്റേ ദിവസം നമ്മുടെ എറണാകുളം പ്രസ് ക്ലബ്ബിൽ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് വർഗീയവത്കരിക്കരുതെന്ന് പറഞ്ഞു. അവിടെ പ്രസ് ക്ലബ് അവിടുന്ന് ആ ന്യൂസ് ഫ്ലാഷ് ചെയ്തിരുന്നു. ഞാനത് ആ പ്രസ് ക്ലബ്ബിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദിവസത്തിൽ തന്നെ വേറെ ഒരു കൂട്ടർ അവർ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് അവരെ പിന്താങ്ങുന്നു എന്നുള്ള നിലയിൽ പ്രസ് കോൺഫറൻസ്, അത് RSSൻ്റെയും BJPയുടെയും പ്രവർത്തകരാണ്. അപ്പോൾ ഇത് എനിക്ക് വളരെയേറെ ഇതെന്താണ് ഈ നടക്കുന്നത് എന്നുള്ളത് ഞാൻ നോക്കി. അപ്പോൾ ഇപ്രാവശ്യം ഫ്രണ്ട് ലൈൻ നിങ്ങൾ കണ്ടു കാണും ആരെങ്കിലുമൊക്കെ. ഫ്രണ്ട് ലൈൻ മാഗസിനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് വഖഫ് എന്നുള്ള വിഷയമാണ്. വഖഫാണ് ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്ന ഈ പ്രാവശ്യത്തെ ഇഷ്യൂ എൻ്റെ കയ്യിലുള്ളത്. അത് ഇറക്കിയിരിക്കുന്ന മുഴുവൻ ഫുൾ പേജ് ഫ്രണ്ട് ലൈൻ്റെ ഇഷ്യൂ. അപ്പോൾ വഖഫ് ഒരു ദേശീയ പ്രശ്നമായി അത് ആ അമെൻമെൻറ്റ് പാർലമെൻറ്റിൻ്റെ സെലക്ട് കമ്മിറ്റിയുടെ മുമ്പാകെ ഇരിക്കുന്നതുകൊണ്ട് അവരുണ്ടാക്കുന്ന കാര്യങ്ങൾ അതിനെ ബാധിക്കുമെന്നതുകൊണ്ട് ഇതിനെ അതുമായിട്ട് കൂട്ടിക്കഴിച്ച് ഒരു വർഗീയ ധ്രുവീകരണം, അത് പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ തമ്മിൽ ഒരു സംഘർഷ സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം അവിടെ ഇല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. അത് അപകടകരമാണ്. ഏതായിരുന്നാലും ഇന്ന് ശുഭോദർക്കമായ പല സംഗതികളും ഉണ്ടായിരിക്കുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട നേതാക്കന്മാർ ഇതിൻ്റെ നേതാക്കന്മാരെ കാണുകയും ബിഷപ്പന്മാരെ കാണുകയും ചർച്ച ചെയ്യുകയും അവർ ഈ പ്രശ്നത്തിന് നേരെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള അവബോധങ്ങളും ചർച്ചകളും നടത്തുകയും ഇതിനെ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്കും ഒരു വർഗീയ സമരത്തിലേക്കും നടത്തി. ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം ജീവൻ പ്രശ്നം മരണം, ജീവൻ മരണ സമരമാണ്. ആവാസ ഭൂമിയിൽ നിറക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെങ്കിലും സഹിക്കൂ? ഒരു മനുഷ്യന് നമ്മൾ കണ്ടിട്ടുള്ള ഭൂസമരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കണ്ണൻദേവ സമരം സോഷ്യലിസ്റ്റ് നടത്തിയ സമരമാണ്, ആവാസ ഭൂമിയുടെ സമരമാണ്. ചുരുളി കീരിത്തോട് സമരം ഞാൻ പോയി പങ്കെടുത്തിട്ടുള്ളതാണ്. ചുരുളി കീരിത്തോട് സമരം എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റുകൾ നടത്തിയ സമരമാണ്. മത്തായി മാഞ്ഞൂരാൻ, ജോൺ മാഞ്ഞൂരാൻ, MM തോമസ്. ആ MM തോമസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു, അവിടുന്ന് MLA ആയി. നമ്മൾ നോക്കുമ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ദേശീയ അധ്യക്ഷനാണ്. കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളുടെ നേരെ ഒരു സമീപന രീതിയുണ്ട്. ഒരു ഭൂപ്രശ്നം എന്നുള്ള നിലയിൽ ആവാസ ഭൂമിയുടെ പ്രശ്നം, കൃഷിഭൂമി കൃഷിക്കാരന്, ആവാസഭൂമി അവിടെ വസിക്കുന്നവന്, ഇത് സോഷ്യലിസ്റ്റുകളുടെ മുദ്രാവാക്യമാണ്. അപ്പോൾ 1960 മുനമ്പത്ത് സമരം നടന്നത് ആ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് ആ സമരം അവസാനിച്ച് ആ സമരത്തിൽ ഞാനൊരു വിദ്യാർത്ഥിയാണ് UC കോളേജിൽ. അന്നത്തെ ISO എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ നേതാവ് എന്നുള്ള നിലയിലാണ് ഞാനിവിടെ പോകുന്നത്.
ഞാനിവിടെ പലവരും പോയി അവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി, പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ആളുകളെ വിടുവിച്ചു. അതിന്റെ പാട്ടക്കാരനെന്ന് അവകാശപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ, ഒരു കുഞ്ഞോറിയത്, അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ സത്യാഗ്രഹങ്ങൾ നടത്തി. ഫറൂഖ് കോളേജിന് കൊടുത്തു എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലം കുഞ്ഞോറിയത് എന്ന് പറയുന്ന ഇടനിലക്കാരൻ കൈകാര്യം ചെയ്യുന്നത്, അവിടെ കൃഷിക്കാർ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അത് മാറിയിട്ട് അത് വേറെ ഒരു തലത്തിലേക്ക് അത് വളരെ ഗൗരവമായി കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തെ മതസൗഹാർദ്ദം, നമ്മൾ ഒരുമിച്ച് വസിക്കേണ്ട ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്തിൽ ഉണ്ടാക്കാവുന്ന വർഗീയ ചേരിതിരിവിന് ഇടയാക്കുമെന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വരുമ്പോഴും ഈ വിവരം നിങ്ങളോട് പറയണം. അത് ഈ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട്, ഈ വേദി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നത്. അപ്പോഴാണ് ഇന്ന് പാളയം ഇമാമും അതുപോലെ ഫാദർ യൂജിൻ പെരേരയും പങ്കെടുത്തതിന് യോഗം ഇവിടുത്തെ സോഴ്സിസ്റ്റുകൾ ഹോട്ടൽ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ അറേഞ്ച് ചെയ്യുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്യന്തികമായി എന്താ വേണ്ടത്? മുനമ്പം സമരം ഒത്തുതീർപ്പാക്കണം. അതിനെന്ത് ചെയ്യണം? കേരള സർക്കാർ അടിയന്തരമായി അവിടുത്തെ ബന്ധപ്പെട്ട കക്ഷികളുടെയും മറ്റാളുകളുടെയും സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി അത് ഒരു ഭൂപ്രശ്നം എന്ന നിലയിൽ കണ്ടുകൊണ്ട് അവിടെ ആ ഭൂമി കൈകാര്യം ചെയ്തിരുന്ന, ഭൂമി വസിച്ചിട്ടുള്ള, ഭൂമി അവകാശപ്പെട്ടിട്ടുള്ള കുടിയിടപ്പുകാർക്കും കൈവശം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ അവിടുത്തെ അതിൻ്റെ ആവാസ ഭൂമിയിൽ ഒരുക്കുന്ന പാർപ്പിടം ഉള്ളവർക്കും കൊടുക്കണം. ഇതാണ് ആവശ്യം. ഇതിനെ വർഗീയവത്കരിക്കുന്നത് അപകടകരമാണ്. അതിൻ്റെ പിന്നിൽ ഗൂഢ ഉദ്ദേശങ്ങളുണ്ട്, ഹിഡൻ അജണ്ടാസ് ഉണ്ട്. അത് ഒരു പക്ഷേ ഇന്ന് പാർലമെന്റ് സെലക്ട് കമ്മിറ്റിയുടെ മുമ്പിൽ, ജഗന്നമ്പ്യാവാലിന്റെ മുമ്പിൽ ഇരിക്കുന്ന വഖഫ് അമെൻമെന്റ് ബില്ലാകാം. അത്തരത്തിലൊരു കാഴ്ചപ്പാടോടുകൂടി ഈ പ്രശ്നം, മുനമ്പം പ്രശ്നത്തെ കാണരുത്. ഇതാണ് ആദ്യത്തെ പ്രശ്നം. മുനമ്പം പ്രശ്നത്തിൽ മുസൽമാൻ അതിന് നേതൃത്വം കൊടുക്കുന്നതിന് ഉണ്ടായിരുന്നു എന്നത് എൻ്റെ അനുഭവമാണ്. മുനമ്പം ഹംസ എന്ന് പറയുന്ന ആള് ഈ സമരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ മുൻപന്തിയിൽ MA ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. വെടിമറ റാവുത്തർ, ഷെയ്ഖ് റാവുത്തർ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ എൻ്റെ കൂടെ വന്ന് അവിടെ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. അവർക്ക് യാതൊരു ജാതി താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇതിന്റെ നിജാവസ്ഥ, വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദാനമാണ്. അതെന്താണ്? അത് ഇത് ഫറൂഖ് കോളേജിനെതിരായിട്ടാണെന്ന് സമരം നടത്തിയതിൽ ഒരു കക്ഷി ഫറൂഖ് കോളേജാണ്, മറ്റൊന്ന് അതിന്റെ പാട്ടക്കാരനാണ്, വറീദ് എന്ന് പറയുന്ന ആളാണ്. അവർക്ക് രണ്ടുപേർക്ക് എതിരായിട്ടാണ് അന്നത്തെ സമരം. അതിന്റെ തുടർച്ചയാണ് ഇത്. അതിന്റെ അന്ന് അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ മകനാണ് ഇപ്പോൾ ഇയാൾ ഈ സമരത്തിന് കൺവീനറായി നിൽക്കുന്നത്. അപ്പൊ ഇതൊരു ഭൂപ്രശ്നമാണ്. അത് ആ തരത്തിൽ കണ്ടുകൊണ്ട് അത് കൈവശം വെച്ചിരുന്നവരും അത് ഉപയോഗിക്കാൻ കഴിയുന്നതുമായ ആളുകൾക്ക് അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് 1960 സമരത്തിൽ പങ്കെടുത്ത ഒരാൾ എന്നുള്ള നിലയിൽ, അന്ന് സോഷ്യലിസ്റ്റുകൾ നടത്തിയ സമരത്തിന്റെ പിന്തുടർച്ച എന്നുള്ള നിലയിൽ ഇന്ന് നടത്തുന്ന സമരത്തെ കാണണം. അത് മറ്റു തരത്തിൽ അതിനെ ശ്രദ്ധിക്കുന്നതിന് മറ്റ് താല്പര്യങ്ങളുണ്ട്. അത് മാറ്റിവെക്കണം. അത് മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് അത് കൈകാര്യം ചെയ്യണം. അതിൽ ഒരു കാര്യം കൊണ്ടുണ്ട്. കടല് ഭൂമി വെക്കും, കടല് ഭൂമി എടുക്കും. അപ്പൊ ഇപ്പൊ ഈ മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പോൾ ഇത് ബാധിക്കുന്ന 611 കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നത്. 415 ഏക്കർ സ്ഥലമാണ് വഖഫ് കൊടുത്തു ഫറൂഖ് കോളേജിനെന്ന് പറയുന്നത്. ഫറൂഖ് കോളേജിനാണ് വഖഫായി കൊടുത്തു എന്ന് പറയുന്നത്. ഫറൂഖ് കോളേജിന് അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇല്ല. ഫറൂഖ് കോളേജ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന സ്ഥാപനമാണ്. ഫറൂഖ് കോളേജിന് വഖഫായി കിട്ടിയതാണെങ്കിൽ അവിടെ ഫറൂഖ് കോളേജ് തുടങ്ങുകയോ ഫറൂഖ് കോളേജിന്റെ വകയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുകയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ സാധു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരാൾ മാറ്റിവെക്കുന്നതാണ് വഖഫ്. വഖഫിന്റെ അർത്ഥം അതാണ്. ആ വഖഫ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരാൾ അയാളുടെ സ്വത്തുക്കൾ നീക്കി വെക്കുന്നതാണ്. ആ സ്വത്തുക്കൾ ആ തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോ വഖഫ് ആണെങ്കിൽ ആ വഖഫ് എത്രമാത്രം, ആ വഖഫ് അന്ന് ഉണ്ടായിരുന്ന നിയമം എന്ത്, ഇന്ന് ഉള്ള വഖഫിലെ നിയമങ്ങൾ എന്ത്, പിന്നീട് വന്ന നിയമങ്ങൾക്ക് മുൻകാല പ്രാബല്യം കൊടുക്കാൻ കഴിയുമോ? ഇതൊക്കെ പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. കൂടാതെ അതിന്റെ അവകാശികൾ, അത് പട്ടണങ്ങളുടെ കാലത്ത് ഭൂമി പതിച്ചു കിട്ടിയവരാണ് മുഴുവനും. ഈ ആളുകൾ ഇന്ന് അവിടെ ഭൂമി കൈമാറ്റം ചെയ്തു പോയിട്ടുണ്ട്. അത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാങ്ങിയിട്ടുണ്ട്. അത് കൈവശം ഇരുന്നതാണ്.
നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരു പ്രത്യേക കാലഘട്ടം ഒരു ഭൂമി കൈവശം വെച്ചാൽ കൈവശാവകാശം. അപ്പൊ ആ കൈവശാവകാശം എന്ന് പറയുന്നത് അത് സ്ഥാപിക്കുമ്പോൾ അഡ്വേഴ്സ് പൊസഷൻ എന്ന നിയമത്തിൽ പറയും. അഡ്വേഴ്സ് പൊസഷൻ ഉള്ള ആളുകൾക്ക് ഇന്ന് തിരിച്ചതെടുക്കാൻ കഴിയുമോ? ഈ പണം കൊടുത്ത് വാങ്ങിച്ച ആളുകൾക്ക് ഭൂമി ആധാരം ചെയ്ത് കൊടുത്ത ആളുകൾക്ക് ആ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഉടമസ്ഥാവകാശം എന്താണ്? നമ്മളൊരു ഭൂമി വാങ്ങിച്ചു, ആ ഭൂമിക്ക് നമ്മൾ ആധാരം ചെയ്ത് സർക്കാർ ട്രാൻസ്ഫർ ചെയ്ത് തന്നു, രജിസ്റ്റർ ചെയ്ത് തന്നു. അത് പിന്നീട് അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ ഇതിനകത്തെ നിയമപരമായ പ്രശ്നം. അപ്പോൾ വഖഫ് ഉണ്ടെങ്കിൽ ആ വഖഫ് നിയമപരമായി നിലനിൽക്കുന്നതാണ്. ആ കടൽ വെച്ച ഭൂമിയാണോ? കാരണം ലിത്തോ പ്ലാൻ ഉണ്ട് നമ്മുടെ ഈ സർവേക്ക്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ അന്നത്തെ ഓഫീസിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ലിത്തോ പ്ലാൻ എന്ന് പറയുന്ന പ്ലാൻ കിട്ടും. അതിൽ ഈ സർവേ നമ്പർ ഉണ്ടോ? കടൽ വെക്കുകയും കടൽ എടുക്കുകയും ചെയ്യുന്നത് കടലിന്റെ പ്രതിഭാസമാണ്. അപ്പൊ കടൽ വെച്ച സ്ഥലമാണെങ്കിൽ അതൊരു പുതുവയ്പ്പാണ്. അതാണ് ഗവൺമെന്റ് പതിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനൊരു മുൻ സമരം മുമ്പുണ്ടായിട്ടുണ്ട്. ആ സമരത്തിന്റെ പ്രത്യാഘാതം എന്നോണം അന്ന് കിട്ടിയ ആളുകൾ കൈമാറ്റം ചെയ്തതാണ് ഇതിൽ ഭൂരിഭാഗം ഭൂമിയും. അന്ന് കൈമാറ്റം ചെയ്ത ആളുകളുടെ അനന്തരാവകാശികൾ ഈ സമരത്തിലുണ്ട്. അപ്പൊ ഈ സമരം വ്യത്യസ്തമായി കണ്ടുകൊണ്ട് ഗവൺമെന്റ് വളരെ വളരെ ഇപ്പോൾ ഈ ഗവൺമെന്റ് വളരെ വളരെ നിർബന്ധമായും ഇടപെട്ട് തീർക്കണം. ഇടപെടുവാനുള്ള സന്നദ്ധത ഗവൺമെന്റ് അറിയിച്ചു എന്നുള്ളത് ഒരു പുതിയ നല്ല കാര്യമാണ്. അതിൽ ബന്ധപ്പെട്ട കക്ഷികളെ അതുപോലെ മറ്റാളുകളെ ഉൾപ്പെടുത്തി അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ആവശ്യമെങ്കിൽ ഒരു ജുഡീഷ്യൽ മെമ്പറെ ഉൾപ്പെടുത്തി ഉള്ള ഒരു കമ്മീഷൻ തന്നെ നിയമിച്ച് മുൻപത്തെ പ്രശ്നങ്ങൾ വർഗീയവത്കരിക്കാതെ അത് അത്തരത്തിൽ കൊണ്ടുപോകാൻ പാടില്ല. ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് പറയുന്ന ദിവസം ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഈ വഖഫും ദേവസ്വം ഒക്കെ ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വഖഫ് മാത്രമല്ല, പ്രസ് ക്ലബ്ബ്, തൃശ്ശൂരിലെ പ്രസ് ക്ലബിനെതിരായിട്ട് ഹൈക്കോടതി നിലനിൽക്കുന്ന കേസ് അറിയോ നിങ്ങൾക്ക്? അത് തൃശ്ശൂരിൽ നാം 60 വർഷമായി നടത്തി വരുന്ന പ്രസ് ക്ലബ്, നമുക്ക് ഗവൺമെന്റ് പതിച്ചു തന്ന ഭൂമി, ഗവൺമെന്റ് നമുക്ക് തന്നെടുത്ത് നമ്മൾ പണം പിരിച്ച് നമ്മൾ പണിത കെട്ടിടം ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് ഒരു കേസുണ്ട്. ഞാനാണ് ആ കേസ് നിങ്ങൾക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്നത്. ദേവസ്വം ബെഞ്ചിലാണ് ആ കേസ് നടക്കുന്നത്. അവിടെ തൃശ്ശൂർ റൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്ഥലം മുഴുവൻ അവിടുത്തെ ദേവസ്വത്തിൻ്റെതാണെന്നാണ് പറയുന്നത്. നിലയ്ക്കൽ ദേവസ്വത്തെ സംബന്ധിച്ച് നിലയ്ക്കൽ സമരം എന്തിനാണ് ഉണ്ടായത്? ചോറ്റാനിക്കരയിൽ ഇതുണ്ടാകുന്നില്ലേ? അപ്പൊ പല സ്ഥലങ്ങളിലും ദേവസ്വത്തിൻ്റെയും ഒക്കെ പേരിൽ സമരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ സമരങ്ങളെ സംബന്ധിച്ച് ആ സമരങ്ങളുടെ നേരെ അനുവർത്തിക്കേണ്ട നയം എന്താണ്? പ്രസ് ക്ലബ്ബ് തന്നെ എടുക്കുക. നിങ്ങളുടെ പ്രശ്നത്തെ തന്നെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ കാശ് മുടക്കി നിങ്ങൾക്ക് ഗവൺമെന്റ് പതിച്ചു തന്ന് നിങ്ങൾ അതിന് ടാക്സ് അടക്കാൻ പോയതിനാണ് വിനീത ക്രിമിനൽ കേസ് പ്രതിയായത്. മുൻ പ്രസിഡന്റ് പത്രപ്രവർത്തക യൂണിയന്റെ മുൻ പ്രസിഡന്റ് വിനീതയ്ക്കെതിരായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കള്ളത്തരത്തിൽ നികുതി അടക്കാൻ പോയി എന്ന് പറഞ്ഞു, ദേവസ്വം ഭൂമിയാണ് എന്ന് പറഞ്ഞു. ഇത് ആര് കുത്തിപ്പൊക്കുന്നു? അപ്പൊ ദേവസ്വം ഭൂമിയെന്നും വഖഫ് ഭൂമിയെന്നും ഒക്കെ പറഞ്ഞുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അടിസ്ഥാനപരമായി നാം വിശ്വസിക്കുന്ന കൈവശക്കാരന്, ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആൾ, ആവാസിക്ക് അവിടെ താമസിക്കുന്നവന്, അതുപോലെ ഭൂമി കുടികിടപ്പുകാരന്, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളാണ്. ആ നിയമങ്ങളെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഗീയ ചേരിതിരിവ് ഉണ്ടായാൽ അത് ഈ രാജ്യത്ത് വളരെയേറെ അസ്വാസ്ഥ്യങ്ങൾ ജനിപ്പിക്കുവാനിടയാകും. ഇതിന് പിന്നിൽ ഒരു പക്ഷേ ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് ശുഭോദർക്കമായ ചില സൂചനകൾ കിട്ടി. ഇന്നലെ ബിഷപ്പുമാരും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും ഒക്കെ തമ്മിൽ കണ്ടു. മുസ്ലിം ലീഗ് ഇതിനെ സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കി, അവരെ ഇതിനെ സംബന്ധിച്ചുള്ള ഉയർത്തുന്ന നിലപാട് വ്യക്തമാക്കി. പക്ഷേ മുൻപ് സമരത്തിൽ 1960 സമരങ്ങളിൽ പങ്കെടുക്കാനും അന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താനും അറസ്റ്റ് ചെയ്തവരെ വിട്ടയപ്പിക്കാനും അവിടുത്തെ യോഗങ്ങളിൽ പോയി സംസാരിക്കാനും അവിടുത്തെ ആളുകളുടെ കേസ് കോടതിയിൽ നടത്തി ഒരു ക്രിമിനൽ കേസെങ്കിലും ഞാൻ നടത്തിയിട്ടുണ്ട് അന്നത്തെ കാലത്ത് 67 അതിന് ഉള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അത് നടത്താനുമൊക്കെ അന്ന് കഴിഞ്ഞിരുന്നു.